പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ദീപ, ഇതെൻ്റെ ഹസ്ബൻഡ് സെസിൽ, ഇത് ഞങ്ങളുടെ മോൻ ജോൺ പോൾ, അത് മമ്മി. 7 വർഷമായിട്ട് മക്കളുണ്ടായിരുന്നില്ല. അത്ഭുത ജപമാലയിൽ സമർപ്പിച്ച് കണ്ടിന്യൂസ് പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോഴൊക്കെ അച്ഛൻ വിളിച്ചു പറയും മക്കളില്ലാത്ത ദമ്പതികൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ആ സമയത്തൊക്കെ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അച്ഛനിൽ ഞാൻ ഒരു പ്രാവശ്യം വന്ന് കണ്ടിരുന്നു, കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എപ്പോഴും ബന്ധന പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് എപ്പോഴും പറയും, എന്നോട് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ ബന്ധന പ്രാർത്ഥന ഒരു പ്രാവശ്യം എത്തിക്കും, പിന്നെ ഞാൻ ഓർക്കുമ്പോൾ എപ്പോഴെങ്കിലും എത്തിക്കും, അങ്ങനെ ഒരു മോഡായിരുന്നു. അപ്പോൾ എനിക്ക് കൂടെ അസുഖങ്ങൾ വരുമായിരുന്നു. എനിക്ക് കൺസീവ് ചെയ്യാൻ എനിക്കൊരു ഹെഡ് ഇഞ്ചുറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കൺസീവ് ചെയ്യാൻ ഭയങ്കര ഹാർഡായിരുന്നു. പിന്നെ ഞാൻ 2024 മാർച്ച് തൊട്ടാണ് ഞാൻ ബന്ധന പ്രാർത്ഥന ഡെയിലി 33 പ്രാവശ്യം കണ്ടിന്യൂസ് എത്തിച്ചു തുടങ്ങി. അത് ഞാൻ നിർത്താണ്ട് ഇങ്ങനെ 6 മാസത്തോളം ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഈ ബന്ധന പ്രാർത്ഥന എത്തിക്കേണ്ടത് പിന്നെ എന്നും അത്ഭുത ജപമാലയിൽ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ആ ഒരു മാസം ഈശോ എൻ്റെ വിധേയത്വം ഈശോ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതിന് വ്യക്തമാക്കിയിട്ട് തന്നെ എനിക്ക് ആ മാസം ഞാൻ കൺസീവായി. 7 വർഷങ്ങൾക്ക് ശേഷം ഞാൻ കൺസീവായി. എന്നിട്ട് ഞങ്ങൾക്ക് അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് ഈ മകനെ തന്നു. ഇവരുടെ പേര് ജോൺ പോൾ എന്നിട്ടാണ്. എനിക്ക് ഹെഡ് കൺകഷൻ കഴിഞ്ഞ കാരണം എനിക്ക് ഡെലിവറി പ്രഗ്നൻസി ഭയങ്കര ഭയമായിരുന്നു. കാരണം ഹെഡ് എനിക്ക് സ്ട്രെയിൻ വരും. അപ്പോൾ സാധാരണ പ്രഗ്നൻസി ഒന്ന് ഡിലേഡ് പ്രഗ്നൻസിയാണ്. പിന്നെ പ്രഗ്നൻസിയിൽ എനിക്ക് വൊമിറ്റിങ് വരും. അപ്പോൾ എനിക്ക് ഹെഡ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഈ പ്രഗ്നൻസി ഇത്ര ഡിലേഡ് ആയിട്ട് കൂടി എൻ്റെ ഈശോനെ ഒരു പ്രാവശ്യം പോലും ഛർദ്ദിക്കാൻ അനുവദിച്ചിട്ടില്ല. പ്രഗ്നൻസി ത്രൂ ഔട്ട് എനിക്ക് ഒരു ഛർദ്ദി പോലും ഇല്ലാണ്ട് ദൈവനെ കാത്തു. പിന്നെ ആകെ കൂടി എനിക്ക് വന്നത് IT ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 8 മന്തായപ്പോൾ എനിക്ക് വയറിന് വെയിറ്റ് കൂടിയിട്ട് എനിക്ക് ഹെമറോയിഡ് വന്നു. ഹെമറോയിഡ് എനിക്ക് ഒരു രാത്രി, ഞങ്ങൾക്ക് അവിടെ രാത്രിയാണ്, ഫസ്റ്റ് സാറ്റർഡേ കൺവെൻഷൻ ഉണ്ട്. ഫസ്റ്റ് സാറ്റർഡേ കൺവെൻഷനിൽ വിളിച്ചു പറഞ്ഞു ഹെമറോയിഡ് അസുഖമുള്ളവരെ മാറ്റുന്നു. എനിക്കത് വിളിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം എനിക്ക് ആ ഹെമറോയിഡ് ഉണ്ടായിട്ട് 2 ദിവസത്തിനുള്ളിലാണെന്ന് വിളിച്ചു പറഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ഹെമറോയിഡ് എനിക്ക് 2 ദിവസത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് മാറിപ്പോയി. അത് ഒത്തിരി എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് അനുഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു സാക്ഷ്യം കൂടി പറയാനുള്ളത്, എൻ്റെ കുഞ്ഞിൻ്റെ കൈ തട്ടിയിട്ട് എൻ്റെ കണ്ണിലെ കോർണിയ അബ്രേഷൻ ആയിട്ടുണ്ടായിരുന്നു. അബ്രേഷന് വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു വൈറസ് ഉണ്ട് കണ്ണിലെന്ന് പറഞ്ഞു. ആൾ ട്രീറ്റ്മെൻറ്റിന്, അതൊരു ലോങ് ട്രീറ്റ്മെൻ്റ് ആണ്. കണ്ണിൽ വൈറസ് വരുമ്പോൾ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പാടാക്കി എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം വരണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആകെ കൂടി എനിക്ക് ചെയ്യാനുള്ളത് ദൈവത്തോട് അപേക്ഷിക്കുക. അത്ഭുത ജപമാല ഞാൻ ഇവിടെ ആൾത്താരയിൽ കയറി ഞാൻ സാക്ഷ്യം പറയാമെന്ന് ഞാൻ നേർന്നേ അത്ഭുത ജപമാല 33 പ്രാവശ്യം കാണാമെന്നുള്ളത് നേർന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞാൻ ഒരു വിശ്വാസത്തിൽ അങ്ങോട്ട് പോയി. എന്താണെന്നുള്ള അറിയില്ല. ഡോക്ടർ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഇപ്പോൾ വാട്ട് യു ഡിഡ് യെസ്റ്റർഡേ സ്പെസിഫിക്കലി ഫോർ സംതിങ് എൽസ്. ഞാൻ പറഞ്ഞു പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അപ്പോൾ ഡോക്ടർ എത്തിയിസ്റ്റായിരുന്നു. സോ ഹി വാസ് കൺവിൻസ്. ആക്ച്വലി എനിക്ക് അത്ഭുതകരമായിട്ട് എൻ്റെ കണ്ണിൽ വൈറസ് കാണാനില്ല. പുള്ളിക്കാരൻ 2-3 കഴിഞ്ഞ് കുറേ പേരെടുത്ത് വിളിച്ച് ചോദിച്ചു. അത് കഴിഞ്ഞ് ഡോക്ടർ എന്നോട് പറയണത് ഇതെന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. തൻ്റെ കണ്ണിൽ വൈറസ് ഉണ്ടായിരുന്നു, അതങ്ങനെ പെട്ടെന്ന് പോണ വൈറസ് അല്ല. പിന്നെ ഇത് എങ്ങനെ മാറിപ്പോയെന്ന് അറിയില്ല. അങ്ങനെ ഹീ ബിലീവ്ഡ്. ഒത്തിരി വിശ്വാസത്തിൽ കടന്നു വന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്നെ വിശ്വസിക്കുന്ന ഈശോ ആണ് എന്നെ സുഖപ്പെടുത്തി എന്നുള്ളൊരു കാര്യം എനിക്ക് അവിടെ പറയാൻ പറ്റി. അങ്ങനെ ഈശോ അത്ഭുതകരമായിട്ട് എനിക്ക് സൗഖ്യം തന്നു അനുഗ്രഹിച്ചു. താങ്ക് യു. കരങ്ങളടിച്ച് നന്ദി പറയാം. വലിയ രോഗശാന്തിയുടെ ഒരു അനുഭവമാണ് നമ്മൾ പറഞ്ഞു കേട്ടത് കേട്ടോ. അദ്ദേഹത്തിന് കോടാനും കൂടി നന്ദി പറയാം. പക്ഷേ അതിന് മകൾ പറഞ്ഞത് പ്രത്യേകം കേട്ടല്ലോ. അത്ഭുത ജപമാല മാസങ്ങളോളം കണ്ടുകൊണ്ടിരുന്നു. 6 മാസം അത്രയും മാസങ്ങൾ അത്ഭുത ജപമാലയും ഈ വിടുതൽ പ്രാർത്ഥനയും ബന്ധന പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങളാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നന്ദി പറയാം കേട്ടോ.